കുക്കിങ്ങിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങൾക്കായി ഞാൻ പരിചയപ്പെടുത്തുന്നത് കോളിഫ്ലവർ ബജിയാണ്. അതിലേക്ക് നമുക്ക് വേണ്ടത് കോളിഫ്ലവർ ഇവിടെ ഞാൻ അടർത്തി എടുത്തതിന് ശേഷം തിളച്ച വെള്ളത്തിൽ ഉപ്പിട്ട് വെച്ച് 10 മിനിറ്റിന് ശേഷം എടുത്തതാണ്. പിന്നീട് നമുക്ക് ആവശ്യമായുള്ളത് കടലമാവാണ്. ഇത് 250 ml കപ്പിൽ ഞാൻ എടുത്തിരിക്കുന്ന കടലമാവാണ്. പിന്നീട് നമുക്ക് ആവശ്യമായുള്ളത് ഉപ്പ്, അത് ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുക. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, എരിവുള്ള മുളക് പൊടി കുറച്ച് മതി. പിന്നീട് നമുക്ക് വേണ്ടത് കാശ്മീരി മുളക് പൊടി, അത് കളറ് കിട്ടുന്നതിന് വേണ്ടിയാണ്. പിന്നീട് നമുക്ക് ആവശ്യമായുള്ളത് കായപ്പൊടി, അതും കുറച്ച് മാത്രം ചേർത്താൽ മതി. പിന്നെ ഏറ്റവും കുറച്ച് ബേക്കിംഗ് സോഡ ചേർക്കുന്നത് അത് ഇച്ചിരിയും കൂടെ ക്രിസ്പി ആയിട്ട് വരുന്നതിനാണ്. ഇതിലേക്ക് നമ്മൾ കുറച്ച് അരിപ്പൊടി കൂടി ചേർക്കുന്നുണ്ട്, അത് ഇച്ചിരി ക്രിസ്പി ആയിട്ട് വരുന്നതിന് വേണ്ടിയാണ്. നമുക്കിത് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ ബാറ്റർ എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യമായി ഞാൻ ഇവിടെ ചേർക്കുന്നത് ബേസൻ ഫ്ലോർ ആണ്, അല്ലെങ്കിൽ കടലപ്പൊടി. അതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന കുറച്ച് അരിപ്പൊടി ചേർക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇവിടെ ഞാൻ 4 സ്പൂണാണ് എടുത്തിരിക്കുന്നത്. പിന്നീട് അല്പാൽപമായി നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നന്നായി ഇളക്കി യോജിപ്പിക്കണം, അല്ലെന്നെങ്കിൽ അതിൽ കട്ടകൾ കാണാൻ ചാൻസ് ഉണ്ട്. നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്ക് കോളിഫ്ലവർ ഓരോന്നായി മുക്കിയെടുക്കാം. ഓരോന്നായി നമുക്ക് ഇതിൽ മുക്കിയെടുക്കാം. നല്ലപോലെ ഇതിൽ ബാറ്റർ കോട്ട് ചെയ്തിരിക്കണം. അതിനുശേഷം ചൂടായിരിക്കുന്ന എണ്ണയിൽ നമുക്ക് വറുത്ത് കോരാം. നമുക്കിത് ഇനി തിളച്ച് നിൽക്കുന്ന എണ്ണയിൽ വറുത്ത് കോരാം. ഓരോ തവണയും നമ്മൾ ഇത് മറിച്ച് കൊടുത്തുകൊണ്ടേയിരിക്കണം. അതിനുശേഷം പാകമാവുമ്പോൾ സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇപ്പോൾ പാകമായിട്ടുണ്ട്. നമുക്ക് ഇത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഞാനിവിടെ ടിഷ്യൂ പേപ്പർ ഇട്ട് അതിലേക്കാണ് ഇത് സെർവ് ചെയ്യുന്നത്. കാരണം ടിഷ്യൂ പേപ്പർ എക്സസ് ആയിട്ടുള്ള ഓയിൽ വലിച്ചെടുത്തുകൊള്ളും. നമുക്കിതുപോലെ ബാക്കി ഉള്ളതും വറുത്തെടുക്കാം. നമ്മുടെ രുചികരമായ കോളിഫ്ലവർ ബജി തയ്യാറായിട്ടുണ്ട്. നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കണ്ടുമുട്ടാം.